ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ ഹീറോ ആയ ധ്രുവരതി ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ചില പ്രശസ്തമായ ഭാഗങ്ങളാണ്. നമ്മുടെ ധ്രുവിൻ്റെ വീഡിയോ ഒക്കെ ജനങ്ങളിലേക്ക് പെട്ടെന്ന് ആഴത്തിലിറങ്ങി ചെല്ലുന്ന ഒന്നാണ്. കാരണം സംഘപരിവാർ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ധ്രുവ് തൻ്റെ വീഡിയോയിലൂടെ തുറന്നു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ശക്തനായ എതിരാളിയായിട്ട് മാറുകയാണ് ഇപ്പോൾ ധ്രുവ് അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോയുടെ പേര് എന്ന് പറയുന്നത് നാമേര അബ്ദുൽ എന്ന ക്യാപ്ഷനോടുകൂടി ധ്രുവ് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ചില കാര്യങ്ങളാണ്, പ്രശസ്തമായ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. (2023) രാമനവമിയുടെ സമയത്ത് ആഗ്രയിൽ ഗോവധത്തിൻ്റെ പേരിൽ കുറച്ച് പേര് പിടിയിലാവുന്നു. ഇതിൻ്റെ പിന്നാലെ തന്നെ വർഗീയ സംഘർഷം ഉണ്ടാവുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല കേട്ടോ. ഇതിനു മുമ്പും ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 2022 ഓഗസ്റ്റിൽ സമാനമായ സംഭവം ഉത്തർപ്രദേശിലും ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ ഗനോജ് ജില്ലയിൽ ഒരു ശിവക്ഷേത്രത്തിന് മുമ്പിൽ ആരോ മാംസം വലിച്ചെറിഞ്ഞു. അങ്ങനെ അവിടെ വർഗീയ സംഘർഷത്തിന് തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ മെയ് 2022 കോയമ്പത്തൂരിലെ ഒരു ശിവക്ഷേത്രത്തിന് മുമ്പിലും ഇതേപോലെ ആരോ മാംസം വലിച്ചെറിഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2024 ഫെബ്രുവരിയിലും ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ ഗോവധത്തിൻ്റെ പേരിൽ ആളുകളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നെ ധ്രുവ് പറയാണ്, ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാണ്. അതായത് ആരാണ് ഹിന്ദു വികാരം വ്രണപ്പെടുത്തുന്നത്, ആർക്കാണ് ഹിന്ദുക്കളെ ഇളക്കി വിടാൻ ശ്രമിക്കുന്നത്, ആരാണ് ഹിന്ദു വികാരം വ്രണപ്പെടുത്തുന്നത്, ആരാണ് ഹിന്ദുക്കളെ ഇളക്കി വിട്ട് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് ധ്രുവ് ചോദിക്കുകയാണ്. പക്ഷെ ഉത്തരം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഗോവധ കേസിൽ അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത് ഹിന്ദു മഹാസഭ അംഗങ്ങൾ തന്നെയായിരുന്നു. വർഗീയ സംഘർഷം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ശിവക്ഷേത്രത്തിന് മുന്നിൽ മാംസം എറിഞ്ഞ കേസിൽ പിടിയിലായ പ്രതിയുടെ പേര് ചഞ്ചൻ ത്രിപാഠി എന്നായിരുന്നു. കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിന് മുന്നിൽ മാംസം വലിച്ചെറിഞ്ഞ കേസിൽ പിടിയിലായത് സിവിൽ എഞ്ചിനീയർ ബിരുദധാരിയായ പ്രകാശ് എന്നയാളാണ്. പോലീസിന്റെ കണ്ണിൽ ഇയാളൊരു മാനസിക രോഗിയായിരുന്നു. അതുപോലെ തന്നെ മൊറാദാബാദിലെ ഗോവധവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിലൊരാൾ ബജ്രംഗി നേതാവ് ആയിരുന്നു. മുസ്ലിമായ ഒരാളെ കള്ളക്കേസിൽ കുടുക്കാൻ വേണ്ടി 4 പേരും ചേർന്ന് ഗോവധം നടത്തുക എന്നായിരുന്നു ഇതിലെ പോലീസ് കണ്ടെത്തിയത്. ഇതിനായിട്ട് അവർ പശുവിനെ കൊല്ലാനായിട്ട് സഹായം ചോദിച്ചത് മുസ്ലിമായ ഒരാളോട് തന്നെയായിരുന്നു. ഗോമാതാവിൻ്റെ മുന്നിൽ നിർത്തി വർഗീയ സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഗോമാതാവിനെ മുന്നിൽ നിർത്തി വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചത് മുസ്ലിങ്ങളൊന്നുമല്ല, ഹിന്ദുക്കൾ തന്നെയാണ് എന്നത് ഇതിന്ന് മനസ്സിലാക്കാം. അതായത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ സംഘപരിവാർ തന്നെയാണെന്ന് ഇതിന്ന് മനസ്സിലാക്കാം. അല്ലാതെ യഥാർത്ഥ ഹിന്ദുക്കളെല്ലാം കേട്ടോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, സംഘപരിവാറാണ് ഇത് എന്നാണ് ധ്രുവ് പറയുന്നത്. മാധ്യമങ്ങൾ വഴിയും വാട്സപ്പ് വഴിയും നമ്മുടെ രാജ്യത്ത് ഒരു മാഫിയ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. എല്ലാ ഹിന്ദുക്കളുടെയും ബ്രെയിൻ വാഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഈ മാധ്യമങ്ങൾ കൂടെയും വാട്സപ്പ് വഴി കൂടെയൊക്കെ എല്ലാ ഹിന്ദുക്കളെയും ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം.
അങ്ങനെ ജനങ്ങളെ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളുടെ കയ്യിലെ പാവകളായി മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത്. രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിനെയാണ് അവരിതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് അവർ 4 വിഭാഗങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായ മതപരമായ അഹന്തയും അനാവശ്യമായ അഹംഭാവം കുത്തിവെക്കാൻ ശ്രമിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരു ഗതിയും പിടിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ പോലും ഈ മതത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഈ ജാതിയിൽ ജനിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ മഹാനാണെന്ന് അവർ വിശ്വസിപ്പിക്കുന്നു. ഉയർന്ന ജാതിയിലുള്ള ഹിന്ദുക്കളെയാണ് അവർ ഇതിനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇരവാദം മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്നവരാണ് ഈ മാഫിയയിലെ രണ്ടാമത്തെ വിഭാഗം. നൂറ്റാണ്ടുകളായി നിങ്ങൾ പീഡനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതെന്ന് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ വലിയൊരു അപകടത്തിലാണെന്ന് ഇവർ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ വലിയൊരു അപകടത്തിലാണ്, നിങ്ങളുടെ ജീവന് അപകടത്തിലാണെന്ന്, നിങ്ങൾ ഭീഷണി നേരിടുന്നുണ്ടെന്നും ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. മൂന്നാമത്തെ വിഭാഗം. ഏത് നിമിഷവും ഒരു പ്രത്യേക വിഭാഗം നിങ്ങളെ ആക്രമിക്കാമെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഏത് നിമിഷം ഒരു പ്രത്യേക വിഭാഗം നിങ്ങളെ ആക്രമിക്കാമെന്ന് ഇവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ പുണ്യാളനാക്കുവാൻ ശ്രമിക്കുന്നതാണ് നാലാമത്തെ വിഭാഗം. നിങ്ങളെ ഇതിന്നൊക്കെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അദ്ദേഹത്തിന് വോട്ട് ചെയ്യുക, നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാം എന്നാണ് അവർ പറയുന്നത്. ഇതിൽ 3-4 വിഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ആളുകളെ നേരിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. (2022) ഡൽഹിയിലെ ശ്രദ്ധ വാൾക്കർ കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുഹൃത്തായ അഫ്താബ് പൂനാവാല തൻ്റെ സുഹൃത്തിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി ശരീരം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ ഒളിപ്പിച്ചു. എന്നാൽ ഈ ഒരൊറ്റ കേസ് ഉപയോഗിച്ച് രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങൾക്കെതിരെയും വെറുപ്പിൻ്റെ വിദ്വേഷം പരത്താൻ ഇവർ ശ്രമിച്ചു. അതായത് മോദി മീഡിയ ശ്രമിച്ചു എന്നാണ് ഇത് പറയുന്നത്. ഈ കേസിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച വെറുപ്പിന് കണക്കുണ്ടായിരുന്നില്ല. ശ്രദ്ധ കേസിൻ്റെ ഓടൊപ്പം വെറുപ്പ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ 1 ലക്ഷത്തോളം രൂപയോളം പിഴ വാങ്ങേണ്ടി വന്ന മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എൻ്റെ അബ്ദുൽ ഇങ്ങനെയല്ല എന്ന പേരിൽ സുദർശന TV ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. തുടർന്ന് പല ചാനലുകളും ഈ തലക്കെട്ട് ഏറ്റെടുത്തു. വാട്സപ്പ് മാഫിയും അബ്ദുൽ എന്ന നാമം ഉപയോഗിച്ചിരുന്നു.
ഈ നാമം ഉപയോഗിച്ചിട്ടാണ് അവർ വെറുപ്പ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ പോസ്റ്റുകളും മാധ്യമങ്ങളും ഒരു കാര്യം ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതായത് ഏതൊരു മുസ്ലിമിലും ഒരു കൊലപാതകി ഉണ്ട് എന്നുള്ള കാര്യം. അവിടെ അബ്ദുൽ എന്ന പ്രയോഗം എല്ലാ മുസ്ലിങ്ങളെയും അഭിസംബോധന ചെയ്യാനാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ നിന്നൊരു വാർത്ത പുറത്തു വരികയുണ്ടായത്. അതായത് ഫയാസ് എന്ന മുസ്ലിം ചെറുപ്പക്കാരൻ നേഹ എന്ന ഹിന്ദു യുവതിയെ കത്തി കൊണ്ട് കുത്തിക്കൊന്നു. വീണ്ടും വാട്സപ്പ് മാഫിയ എല്ലാ മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ വെറുപ്പ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഹിന്ദുക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് തങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള ഒരു കാര്യം അവരുടെ മനസ്സിൽ കുത്തിവെച്ചു. ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നത് വോട്ട് മോദിക്ക് ചെയ്യും, ഞങ്ങളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാമെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഹിന്ദു മതത്തിൽപ്പെട്ട അവർ കൊലപാതകളായിട്ടുള്ള കേസുകൾ ഒരുപാടുണ്ട്. എന്നാൽ സംഘപരിവാർ ഒരിക്കലും ഇത് പ്രചരിപ്പിക്കില്ല. എല്ലാ ഹിന്ദുക്കളെയും ഉള്ളിൽ ഒരു കൊലപാതകം ഉണ്ടെന്ന പ്രചരണം ഇവിടെ ഉണ്ടാകുന്നില്ല, സംഘപരിവാർ ഉണ്ടാക്കുന്നില്ല. 600 മില്യൺ ഹിന്ദുക്കൾ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നു. പക്ഷേ 10-30 കേസുകളുടെ അടിസ്ഥാനത്തിൽ അവരെ കൊലപാതകളാക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ചെറിയ കുറച്ച് കേസിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപാതകളാക്കുന്നത് ശരിയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ധ്രുവ് തൻ്റെ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ധ്രുവിൻ്റെ വീഡിയോയിലെ ചില പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമാണിത്. ഇത്തരത്തിലാണ് സംഘപരിവാർ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ വലയിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ധ്രുവ് തൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.